ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. ഈ മോർണിംഗ് വോയിസിന്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നു. 1 തെസ്സലോനിക്കർ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുക. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ച് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവര് നിത്യതയിലേക്ക് ചേർക്കപ്പെടുമ്പോൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നാം ഓർത്തിരിക്കേണ്ടതെന്ന് ഇവിടെ പൗലോസ് പ്രസ്താവിക്കുന്നു. ഇവിടെ പൗലോസ് പറയുന്നത്, നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കും. അതിന്റെ കാരണം യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം എന്തെങ്കിലും ആശയങ്ങളിലോ ആദർശങ്ങളിലോ അല്ല. മരിച്ച് മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയിലല്ല. എന്നാൽ യേശു കർത്താവ് മരിച്ചു, മാത്രമല്ല അവിടെ ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ, ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മരിച്ചുപോയവരെ കുറിച്ച് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ ദുഃഖിക്കുന്ന പോലെ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. യേശു കർത്താവ് മരിച്ചത് എന്തിനാണ്? യേശു കർത്താവ് ഉയർത്തുന്നേറ്റ് എന്തിനാണ്? ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം തിരുവെഴുത്തുകളിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ദൈവവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. എന്തിനാണ് യേശുക്രിസ്തു മരിച്ചത്? എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. നമ്മുടെ നീതീകരണത്തിനായിട്ട് കർത്താവ് ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. അഥവാ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയും ഉയർത്തെഴുന്നേൽപ്പിലൂടെയും നമ്മുടെ പാപത്തിന് പരിഹാരം വന്നു. അതുകൊണ്ട് നമുക്ക് ആ നിത്യജീവനിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിനിൽക്കാൻ കഴിയും. കാരണം അതിന് തടസ്സം പാപമായിരുന്നു. പാപത്തിന്റെ ശിക്ഷ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ അനുഭവിച്ചു. അവിടുത്തെ മരണം കൊണ്ട് പാപത്തിന്റെ പരിഹാരം വരുത്തി. പാപത്തിന്റെ ശമ്പളമായ മരണം അവിടുന്ന് അനുഭവിച്ചു. അതുമൂലം പാപത്തിന് പരിഹാരം വന്നു. തെളിവെന്താ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനി മരിച്ചുപോയവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഭാരപ്പെടേണ്ട. ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ പാപപരിഹാരകനും രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചവർക്ക് ആ ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും. അവർ ആത്മീയമായിട്ട് ഉയർത്തുന്നേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, നാം അതിക്രമങ്ങളിലും ജഡത്തിന്റെ അഗ്രജന്മത്തിലും മരിച്ചവരായി നമ്മയും ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആത്മീയമായിട്ട് നാം ഉയർത്തെഴുന്നേൽറ്റു. ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്കൊരു ആത്മീയമായ ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. അതുകൊണ്ട് കർത്താവിന്റെ വരവിങ്കൽ നമുക്ക് ഉയർത്തെഴുന്നേൽക്കാം. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം സാധിപ്പിച്ചൊരു കാര്യം എന്താണ്? മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായി നമ്മളെ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആയിരിക്കേണ്ടതിന് കർത്താവ് തന്റെ ജലശരീരത്തിൽ തന്റെ മരണത്താൽ നമ്മളെ നിരപ്പിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. പാപനിമിത്തം ദൈവവുമായിട്ട് ശത്രുതയിലായിത്തീർന്ന ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്ന ഒരു ശത്രുക്കളുമായിരുന്ന നമുക്കൊരിക്കലും ആ നിത്യജീവനിലേക്ക് സ്വർഗത്തിലേക്ക് ഉയർത്തെടുക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ആ കർത്താവിന്റെ ക്രൂശ് മരണം മൂലം അവിടുന്ന് നമ്മളെ നിരപ്പിച്ചു.
അതുകൊണ്ട് എന്താണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന സ്ഥാനീയമായ അനുഗ്രഹങ്ങൾ എത്ര വലുതാണ്. നാം ഇന്ന് വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്, കുറ്റമില്ലാത്തവരാണ്. കർത്താവിന് മുമ്പാകെ നിൽക്കാൻ പോവുകയാണ്. അവിടെ നിർത്തും. അവിടെ നമ്മെ വിശുദ്ധനും നിഷ്കളങ്കയും കുറ്റമില്ലാത്തവരുമായിട്ട് തേജസ്സോടെ തനിക്ക് വേണ്ടി മുൻനിർത്താൻ അവിടെ നമുക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ആ നിരപ്പ് മൂലം, കർത്താവിന്റെ ക്രൂശ് മരണം മൂലം നമുക്ക് സാധിപ്പിച്ച ആ നിരപ്പ് മൂലം നമുക്ക് ഉയർത്തി നിൽക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ക്രിസ്തു തന്റെ ദേഹമെന്ന തിരിച്ചുള്ള ജീവനുള്ള പുതുവഴി നമുക്ക് വേണ്ടി പ്രതീക്ഷിച്ചു തന്നു. ദൈവാലയത്തിന്മേൽ പ്രവേശന ധൈര്യവും ദൈവാലയത്തിന്മേൽ നമുക്കൊരു മഹാപ്രവചനമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ സമയത്ത് ദൈവാലയത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചീന്തി. എന്താണ് ഇത് കാണിക്കുന്നത്? അതുവരെ അധിവസ്ഥലത്തേക്ക് ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ലായിരുന്നു. ആണ്ടിൽ ഒരു പ്രാവശ്യം മഹാപുരോഹിതൻ മാത്രം പ്രവേശിക്കാവുന്ന സ്ഥാനം. എന്നാൽ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ആ തിരശ്ശീല മേൽത്തൊട്ടടിയോളം ചീന്തി എന്ന് പറഞ്ഞാൽ ആ ക്രൂശ് മരണം മൂലം, ആ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന മൂലം ആർക്കും ഏത് സമയത്തും ആ അധിപസ്ഥലത്തേക്ക് വിശ്വാസത്താൽ അടുത്ത് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് എന്താ, അവരിൽ ആശ്രയിച്ചിട്ട് അവരിലെ വിശ്വാസം മൂലം നമുക്ക് പ്രവേശന ധൈര്യവും നമുക്ക് പ്രവേശനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ക്രൂശ് മരണം മൂലം നമുക്ക് ഉയർത്തി നിൽക്കുവാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തു ഉയർത്തുന്നേറ്റം മൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പുതിയ ജീവൻ മൂലം, ആ ഉയർപ്പിന്റെ ജീവൻ മൂലം, ആ ഉയർപ്പിന്റെ ശക്തി മൂലം എന്താണ് പൗലോസ് പറയുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നെങ്കിൽ അവിടുത്തെ ആ നമ്മളെയും അവിടുത്തെ ആത്മാവിനാൽ ഉയർത്തുന്നേൽപ്പിക്കും. യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നേൽപ്പിച്ച അതേ ശക്തി, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വ്യാപരിച്ച് പൗലോസ് പറയുന്ന പോലെ നമ്മുടെ താഴ്ചയുള്ള ശരീരം അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, ആ ഉറപ്പുണ്ടെങ്കിൽ, ഇനി പുനരുത്ഥാനത്തെക്കുറിച്ച് യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. അടുത്തായിട്ട് പൗലോസ് പറയുന്നത്, അങ്ങനെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, യേശു ക്രിസ്തു ഉയർത്തെന്നേറ്റു, യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു. മാത്രമല്ല, യേശു ക്രിസ്തു മടങ്ങി വരും. അപ്പോൾ മടങ്ങി വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിദ്ര കൊണ്ടവരെയും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പൊടിയിൽ വിശ്രമിക്കുന്നവര്, അവരുടെ മരണം നീങ്ങിപ്പോയി, ഇപ്പോൾ അവർ നിദ്ര കൊള്ളുകയാണ്. നിദ്ര കൊണ്ടവർ ഉയർത്തെന്നേൽക്കും, കർത്താവിനോടുകൂടെ അവർ വരുത്തും. കർത്താവ് വരുമ്പോൾ കർത്താവ് മുഖാന്തരമാണ് നമുക്ക് ഈ നമ്മുടെ മരണം മാറി നിദ്രയിലേക്ക് നമ്മൾക്ക് ഉള്ള പ്രവേശനത്തിനുള്ള സ്വാതന്ത്ര്യം തന്നത്. കർത്താവ് മുഖാന്തരമാണ് നമുക്ക് ദൈവത്തിലേക്ക് പ്രവേശനം ലഭിച്ചത്. കർത്താവ് മുഖാന്തരം നമുക്ക് ഉയർത്തു തീർക്കാനായിട്ട് സാധിക്കും. അവനോടുകൂടെ വരുത്തും. കർത്താവിനോട് കൂടെ ആ ഉയർത്തുന്നേറ്റ് എല്ലാ വിശുദ്ധന്മാരും ദൈവമക്കൾ കർത്താവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടാനായിട്ട് പോകുകയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ദൈവം നമുക്ക് സാധിപ്പിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം ഉറപ്പുള്ളവരായിരിക്കുക, കുലുങ്ങാത്തവരായിരിക്കുക. നമ്മൾ കർത്താവിൽ ചെയ്യുന്ന പ്രയത്നം ഒന്നും വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുക. നമുക്ക് കർത്താവിന്റെ പേരിൽ എപ്പോഴും ഒരു ദിവസം വരാൻ പോവുക. നിദ്ര കൊണ്ടവർ ഉയർത്തി നിൽക്കുമ്പോൾ, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ നമുക്കും ആ കർത്താവിനോടൊപ്പം ഉയർത്തി നിൽക്കാൻ കഴിയും. ആ പ്രത്യാശയിൽ നമുക്ക് അവിടുത്തെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് ജീവിക്കാം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.